ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഗോവയിലെ പാർട്ട് 3 വ്ളോഗാണ് നമ്മുടേത്. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പുള്ള വ്ളോഗും കാര്യങ്ങളും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണാം, നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ബാഗ ബീച്ചിലെ നൈറ്റ് വൈബ്സ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് ഇറങ്ങിയിട്ടുണ്ട്. ഇതേ അപ്പോൾ എല്ലാവരും അങ്ങോട്ടൊക്കെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ബാഗ ബീച്ചിലെ നൈറ്റ് വൈബ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ അവിടുത്തെ എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയത്തില്ല, നൈറ്റിൽ ഒരു എക്സ്പീരിയൻസ്. ഇതുവരെ ഉണ്ടായിരുന്നെല്ലാം അടിപൊളിയായിരുന്നില്ലേ? അതെ അതെ അതെ. അപ്പോൾ എന്തായാലും കുറച്ച് ദൂരമുണ്ട്, നമ്മൾ താമസിക്കാനായിട്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ബീച്ചിലെത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, നമ്മളിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകണം, അവിടെയാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ എൻ്റെ അച്ഛനൊന്നും വന്നിട്ടില്ല, ഞാൻ ചേട്ടൻ്റെ കൂടെയാണ് വന്നത്. അപ്പോൾ ഇനിയും കുറച്ച് ആൾക്കാർ വരാറുണ്ട്, എല്ലാവരും ഒരുമിച്ച് കയറാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തായാലും എല്ലാവരും വരട്ടെ. എൻ്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ ഒരു പബ്ബാണെന്ന് തോന്നുന്നു, പാട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഡാൻസാണ് എല്ലാവരും. ഡാൻസൊന്നും കളിക്കാൻ ആരും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും അകത്ത് കയറിയിട്ട് കാണാൻ കഴിയും. ഓക്കെ, ഈ പിറകെ കൂടെ കാണുന്ന വഴി നമുക്ക് അകത്തേക്ക് കയറാനുള്ളതാണ്. സോ എല്ലാവരും വന്നിട്ട് കയറും. ഓക്കെ, അപ്പോൾ കാണാം. അങ്ങനെ നമ്മളിതാ ബീച്ചിലേക്ക് പോവുകയാണ് നൈറ്റ് വൈബ് ആഘോഷിക്കാനായിട്ട്. അച്ഛാ, ഇപ്പോൾ തറ കിടക്കുമായിരുന്നു. നമ്മളെ പയ്യന്മാരൊക്കെ ഇവിടെ ഉണ്ട്, പുറകെ നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നൈറ്റ് വൈബ് എന്ന് പറയുന്നത്, നമ്മുടെ ബീച്ചിലെ ബാഗ ബീച്ചിലെ നൈറ്റ് വൈബ്. ഇവനും വ്ളോഗ് എടുക്കുന്നുണ്ട്. ഒന്നിലും നീ അല്ലെങ്കിൽ ഞാൻ എടുക്കും. ഏതെങ്കിലും ഒരു പരിപാടി നീ തീരുമാനിക്കണം. വാ ദളപതി, വാ. ഇതാണ് നമ്മുടെ ദളപതി. ഗൈസ്, എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല, എന്തായാലും നൈസാട്ടാ. നോക്കി, ഇതൊക്കെയാണ് നൈറ്റ് വൈബ്. എൻ്റെ ക്യാമറ അത്ര നൈറ്റ് വൈബിന് പറ്റിയതൊന്നും അല്ല, എന്നാലും തിരമാരൊക്കെ വേറെ കളർ. അപ്പൊ ഗൈസ് ദേ അതാണ്, നമുക്ക് അവിടെയാണ് എത്തേണ്ടത് കണ്ടാ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറിയല്ല. രാജ് ഭവൻ, കമോൺ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം ഗൈസ്. അപ്പോൾ നൈസ് അല്ലേ? എന്തായാലും അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നമ്മളെ ടീമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നൊന്നും അറിയത്തില്ല. ഓക്കെ, ഇവിടെ കാണാനായിട്ട് ഒരുപാട് പരിപാടി ഉണ്ട്. താണ്ട അങ്ങ് അറ്റം വരെ ഉണ്ട്, അത് അത്ര നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. എന്തായാലും ഇതിപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്ന ഒരു ഏരിയ ആണ്, അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി നോക്കണം. എന്തായാലും ഇതിപ്പോൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കണ്ടേ? ഇവിടുന്ന് ഒരു സാധനത്തിൻ്റെ വിലയും ചോദിക്കുന്നുണ്ട്, ചോദിച്ചവന്മാർ വാങ്ങാതെ വിടത്തില്ല. ഇത് സത്യം പറഞ്ഞാൽ 150 ആട്ടോ. അവർ പറഞ്ഞത് 150 ആണ്, നമ്മൾ ബാർഗൻ ചെയ്ത് 90ക്ക് വാങ്ങിച്ചു. സത്യം പറഞ്ഞാൽ അതിന് അത്രയ്ക്കും പ്രൈസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ജസ്റ്റ് പ്രൈസേ ചോദിച്ചുള്ളൂ, അവർ തലേ കെട്ടി. ഞാൻ പറഞ്ഞു നോ ബ്രോ, എനിക്കിത് വേണ്ട. എൻ്റെ പൊന്നും, അവർ വാങ്ങിക്കാതെ വിടത്തില്ല. എങ്ങനെയൊക്കെയാണ് പൈസ ഒപ്പിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛനും എവിടെയോ ഓടി, എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്ത സാധനം. എന്തായാലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് പേടിച്ച്. കാരണം നമ്മൾ എത്ര പറഞ്ഞിട്ട് അങ്ങനെ പോണില്ല. ഇതാട്ടോ ഞാൻ വാങ്ങിച്ച സാധനം. അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്, കാരണം ഫുഡിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഇനി പോവും. അപ്പോൾ പോകുമ്പോൾ ഞാൻ എൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു. നമ്മളിതാ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളോട് എല്ലാവരും ഉണ്ട്. നല്ല ആംബിയൻസ് ആട്ടോ ഇവിടെയൊക്കെ, നല്ല കിടില ആംബിയൻസ് ആണ്. ഇതൊക്കെ ഫുഡ് കഴിക്കുന്ന സ്ഥലം കാര്യങ്ങളാണ്. എന്തായാലും നല്ല അടിപൊളി വൈബ് തന്നെയാണ് ഈ ഒരു. ഓക്കെ, അപ്പോൾ ഇനി അവിടെയും കുറേ എന്തൊക്കെയൊക്കെയോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പതുക്കെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ വരുന്നവർ മാക്സിമം സൂക്ഷിക്കുക, കാരണം കച്ചവടക്കാരുടെ അടുത്ത് അധികം അങ്ങോട്ട് ഇടപഴകാതിരിക്കുക, അതാണ് ഏറ്റവും നല്ല മാർഗം. ഓക്കെ,
അപ്പോൾ എന്തായാലും അതുവരെ കുറച്ച് നടക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് അവിടെ എത്തിയിട്ടാണ് ഈ അറ്റം വരെ ഫുഡിൻ്റെ സെഷൻ ആട്ടാ. അപ്പോൾ അത് കഴിഞ്ഞ് പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങ് എത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ ഈ ഒരു ഹാളിൽ DJ നടക്കുകയാണ്, കണ്ട പബ്ബാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലൈറ്റാണ് ഇങ്ങി വന്ന് അടിക്കുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ. അടിപൊളിയാണ് കേട്ടോ. ഗോവയിൽ വരണവരൊക്കെ ഇവിടെയൊക്കെ മസ്റ്റായിട്ട് വരണം. അത് ഞാൻ പറയേണ്ട കാര്യമില്ല, എന്തായാലും വരും. എന്നാലും ഓക്കെ, ഫുഡിൻ്റെ സംഭവം നീങ്ങില്ല കേട്ടോ. ഫുഡ് അങ്ങ് അറ്റം വരെ അങ്ങ് നീണ്ട് കിടക്കുവാണ്. എന്തായാലും ഇവിടെ സീസൺ ആകാൻ പോവുകയാണ് ഇനി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എന്തൊക്കെയോ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതേപോലെ പട്ടികൾ കിടക്കും. അതിനെ ചവിട്ടിയാൽ അത് കടിച്ച് മാന്തി പറിച്ച് കളയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് നൈസായിട്ടാണ് ഇവിടെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ. അടിപൊളിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. വേണ്ടോ, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടത് ആ ട്രീ ആണ്. അത് ക്യാമറയിൽ ക്വാളിറ്റി ഉണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ കിട്ടില്ലാണ്. നമ്മൾ ഫോട്ടോ എടുക്കാൻ നിന്നുകൊണ്ട് ലാഗായി, അവരൊക്കെ അങ്ങ് പോയി. ഇവിടെയൊക്കെ നല്ല അടിപൊളി ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇത് കണ്ടല്ലോ. അപ്പോൾ ഇനി അവിടെ നിന്നിട്ട് ഫുഡ് എടുക്കണം. സോറി, ഫുഡല്ല, എപ്പോഴും ഫുഡിൻ്റെ കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. ബൈ ബൈ, അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കണമെന്നുണ്ട്. അതും കൊള്ളാം കേട്ടോ, ആംബിയൻ ലൈറ്റ് ഇത് നൈസാണ്. ഇതും കൊള്ളാം, ഫയർ. എന്തായാലും ഇവിടെ കാർപ്പറ്റൊക്കെ ഇട്ടിട്ടുണ്ടാ അകത്തോട്ട് കയറാൻ. ഓ, നേരെ പോണത് ആ ഹോട്ടലിലാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ ബൊഫയുടെ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നല്ല വിലയാണ്. ഒരു പൊറോട്ട എത്ര രൂപ? 80. ഒരു പൊറോട്ടയ്ക്ക് 80 രൂപയാണ്. നൈസല്ലേ ഗൈസ്? എല്ലാം നല്ല കത്തിയാണ് സംഭവം. അപ്പോൾ നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ അങ്ങോട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ഐ ലവ് ഗോവ അവിടെ ഉണ്ട്. ഐ ലവ് ഗോവ. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പറ്റുമെങ്കിൽ കുറച്ച് ഫോട്ടോസ് എടുക്കണം. നമുക്ക് എന്തായാലും നോക്കാം, കുറേ ആൾക്കാർ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും നൈസ് ആണ് അത്. നമുക്ക് നോക്കാം ഗൈസ്, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. നോക്കാം. ഇവിടെ ഏറ്റവും കൂടുതലുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഫുഡിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ പിന്നെ കുറേ നേരം അവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങറ്റം വരെ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണെന്ന് ഇങ്ങനെ നോക്കി നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടാ. അപ്പോൾ നമ്മളവിടെ ഉണ്ടായിരുന്ന പയ്യന്മാരൊക്കെ പോയി ഗൈസ്. കാരണം ഇവിടെയൊക്കെ ഫുഡിന് ഒടുക്കത്തെ പ്രൈസാണ്. സോ പുറത്തൊക്കെ അത്യാവശ്യം കുറവുണ്ട് കേട്ടോ. ഈ ഒരു ബീച്ച് സൈഡിലാണ് അത്യാവശ്യം നല്ല പ്രൈസ് വരുന്നത്. ഇതെന്താ ഇവിടെ എന്തൊക്കെയോ മെനു ആണ്. മെനുവിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചേട്ടൻ ടോർച്ചടിച്ച് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. റേറ്റ് അത്യാവശ്യം റിച്ചായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഫുഡ് അടിക്കുക. കാരണം അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ ഫുഡിന്. അതാണ് നമ്മളിവിടെ അങ്ങനെ ചൂസ് ചെയ്യാത്തത്. നമ്മളിനി ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് എനിക്ക് അറിയത്തില്ല. നമ്മളെ ടീമിലുണ്ടായിരുന്ന മിക്കവരും പുറത്തൊക്കെ പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. എന്തായാലും നൈറ്റ് ഗോവ ഇങ്ങനെയൊക്കെയാണ്, നൈറ്റ് വൈബ് ഗോവയിൽ. ഓക്കെ, അപ്പോൾ ഈ ഫ്രണ്ടിൽ പോകുന്നത് അച്ഛൻ, ചേച്ചി, അമ്മ, എൻ്റെ ഫാമിലി. അപ്പോൾ ഇവിടെ ഫാമിലി ആയിട്ടുണ്ട്, ബാച്ചിലറായിട്ട് വന്നാൽ അങ്ങനെയുണ്ട്, ഫ്രണ്ട്സായിട്ട് വന്നാൽ അവർക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാം അടിപൊളിയാണ് ഗൈസ്. അത് കൊള്ളാം, കണ്ട ആ നീല. എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഗൈസ്. അങ്ങറ്റ ഇനി എന്തൊക്കെയാണ് പരിപാടി നോക്കണം. അവിടെ ഫുഡ് തന്നെ ആയിരിക്കും. ഇവിടെ മെയിനായിട്ട് കൂടുതലും ഫുഡിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ വരുന്നത്. അതല്ലാതെ DJ, പിന്നെ ബിയർ, അങ്ങനത്തെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതെന്നൊന്നും ആരും വിചാരിക്കരുത്. ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര ആൾക്കാർ മാത്രം, എല്ലാവരും അങ്ങനെയൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ചില്ലായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയും ഫുഡിൻ്റെ സംഭവങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ വേറെ എടുത്ത് പറയത്തക്ക വേറെ ഒന്നും ഇല്ല ഇവിടെ. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ലാസ്റ്റ് വന്നപ്പോൾ ഇതൊക്കെയാട്ടോ ഇവിടെ കാണാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഗായ്സ്, പ്ലീസ്. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. ഗോവയിൽ വരാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഗായ്സ്. ഇവിടെ അത്യാവശ്യം ചെറിയ പിള്ളേരാട്ടോ എല്ലാവരും. ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ
ഇവിടെ എല്ലാം ഫുഡ് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫുഡാണ് ഗൈസ് ഇവിടുത്തെ മെയിൻ. പിന്നെ അപ്പോൾ ഗൈസ് ഇനി അങ്ങറ്റം പോവുകയാണെങ്കിൽ എന്തൊക്കെയോ കുറേ സംഭവമുണ്ട്. കൊച്ചു പിള്ളേർക്ക് വേണ്ടിയുള്ള പാർക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അറിയത്തില്ല. ദൂരെ നിന്ന് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങ് പോയാലേ അറിയാൻ പറ്റത്തുള്ളൂ. സൗണ്ട് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നമ്മളിവിടെ ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. ഇനി അങ്ങറ്റത്തോട്ടൊന്നും പോകുന്നില്ല നമ്മൾ. അപ്പോൾ ഇവിടെ വെച്ച് അച്ഛനും അമ്മയൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങറ്റം പോകുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അവിടെയും വേറെ ഒന്നുമില്ല, ഇതേപോലെ ഫുഡിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് നമ്മളിനി പോകുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ മിക്കവാറും ഫുഡ് കഴിക്കാനായിരിക്കും പോകുന്നത്. അപ്പോൾ എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് കാണാൻ കഴിയും. സൗണ്ട് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇനി എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ചെവി അടിച്ചു പോണ സൗണ്ട് അവിടെ നിന്നിട്ട്, എൻ്റെ പൊന്നോ, ചെവി അടിച്ചു പോകാത്ത ഇജാതി സൗണ്ട്. DJ ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല, അത് വേറെ കാര്യം. അപ്പോൾ നമ്മളോട് പയ്യന്മാരൊക്കെ പോയി കഴിച്ചു. അതാണ് ഒറ്റയ്ക്കായി ശോകം. അവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാട്ടാ. പിന്നെ എന്തോ ഷോപ്പിംഗ് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും പ്രത്യേകിച്ച് പരിപാടിയൊന്നും കാണത്തില്ല. ഇനി നമ്മളെന്തായാലും ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ നിന്ന് എന്തായാലും കഴിക്കത്തില്ല, കാരണം നല്ല കത്തിയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് എന്തായാലും കഴിക്കാൻ ചാൻസ് വളരെ കുറവാണ്. മിക്കവാറും ഇത് ബീച്ചിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ച് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ നിന്നായിരിക്കും. അപ്പോൾ അവിടെ ഫോട്ടോഷൂട്ടാട്ടോ അമ്മ കാണണ്ട. അമ്മയെ നിർത്തിയിട്ട് അച്ഛൻ ക്യാമറാമാൻ, ഫോട്ടോ ഷൂട്ടിങ്. അപ്പോൾ ഗൈസ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഫോളോവേഴ്സൊന്നും ഇല്ല, പ്ലീസ് അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി എന്തായാലും തിരിച്ച് നമ്മൾ നടക്കുക കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും തിരിച്ച് അവിടെ ആയിരിക്കും, റെസ്റ്റോറൻറ്റിലും വല്ലതും ആയിരിക്കും. അടുത്തിനി ഫുഡ് കഴിക്കാമല്ലേ പോണേ? അപ്പോൾ അടുത്തിനി ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ സീസൺ തുടങ്ങുന്നത് നവംബറിലാട്ടാ. അപ്പോൾ ഗോവയിൽ ആരെങ്കിലും വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സീസൺ തുടങ്ങുന്നത് നവംബറിലാണ്. നവംബർ മാസത്തിൽ നല്ല അടിപൊളിയായിരിക്കും. ഇവിടെ ഒന്നും ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഈ സ്ഥലത്തിലൊക്കെ നല്ല കുറേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ വരും. എല്ലാം നല്ല കത്തിയായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് വന്നാൽ കുറച്ചും കൂടെ DJയും കുറച്ചും കൂടെ വൈബായിരിക്കും നവംബർ. അപ്പോൾ വരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഗോവയിലോട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ഒരു ഇൻഫർമേഷൻ തന്നേ ഉള്ളൂ. ഓക്കെ, വേണമെങ്കിൽ ഉപകാരപ്പെടും. എന്തായാലും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ട് ഫോട്ടോയെങ്കിലും എടുക്കാമല്ലോ, ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ലെങ്കിലും. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ പതുക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കടൽ നല്ല തിരമാലയൊക്കെ അടിച്ച് കയറിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ റെസ്റ്റോറൻറ്റൊക്കെ അടയ്ക്കാൻ എന്തായാലും നന്നായിട്ട് താമസിക്കുമായിരിക്കും, എനിക്കറിയത്തില്ല. എന്തായാലും ഇനി ഫുഡ് കഴിക്കണം. സമയം ഇപ്പോൾ കാണാൻ പറ്റത്തില്ലല്ലേ. എന്തായാലും 9:30 കഴിഞ്ഞു ഇപ്പോൾ സമയം. അപ്പോൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടുള്ള റെസ്റ്റോറൻറ്റൊക്കെ ചിലപ്പോൾ പൂട്ടാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കാര്യങ്ങളൊക്കെ കയറുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഇനി അവിടെ ചെന്ന് കാണാം. ഞാൻ കുറേ നേരമായി പറയുന്നു അവിടെ ചെന്നിട്ടാണ് കുറേ നേരമായില്ലേ. ഇത് ലാസ്റ്റാണ്. ഇനി എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ പറയുന്നതായിരിക്കും. ഈ കാണുന്നതിനാണ് ടിറ്റോ ലൈൻ എന്ന് പറയുന്നത്, ബാഗ ബീച്ചിലെ ടിറ്റോ ലൈൻ. അപ്പോൾ നമ്മളിപ്പം ബാഗ ബീച്ച് കഴിഞ്ഞു, നേരത്തെ കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ചെറിയൊരു കാറ്റാട്ടോ. അപ്പോൾ ഇവിടത്തെ നൈറ്റ് ആയപ്പോൾ ഫുള്ള് അടിപൊളിയായിട്ടുണ്ട്. രണ്ട് സൈഡും കടകളും കാര്യങ്ങളൊക്കെയാണ്. ഈ സൈഡ് വണ്ടി പാർക്കിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ വണ്ടി റെൻറ്റിനൊക്കെ കൊടുക്കും കേട്ടോ. അതൊക്കെ നൈസ് പരിപാടിയാണ്. എൻ്റെ സൗണ്ട് എത്രത്തോളം നിങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത് ഒരു പ്രശ്നമാണ്, കാരണം എൻ്റെ കയ്യിൽ മൈക്കൊന്നും ഇല്ല കൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണ്ട, അതും പല ഐറ്റത്തിലുള്ള. അതിൽ ഒന്നിലാണ് നമ്മുടെ മസാജിങ് ഫിഷ്, സ്പായാണ് സംഭവം. നമ്മളെ ഫിഷിനെ കൊണ്ട് കാലിൽ കൊത്തിപ്പിക്കും. ഇന്നലെ ചെയ്തിരുന്നു അച്ഛൻ്റെ കാല് മൊത്തം ഇത് ചുവന്നിരിക്കുകയാണ്. എല്ലാ മീനും കൂടെ കടിച്ച് പറിച്ച്.
ഈ ഹോട്ടലൊക്കെ കണ്ട ഗൈസ് നൈസാണ്, പക്ഷേ നല്ല കത്തിയായിരിക്കും അതിനനുസരിച്ച്. അതെന്തായാലും അത്രേ ഉള്ളൂ ഗൈസ്. ഇതൊക്കെയാണ് ഗോവയിലെ നൈറ്റ് വൈബ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പബ്ബ് പോലത്തെ ഒരു സംഭവം കണ്ട ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് ഒരു ഫോർച്യൂണർ വരുന്നു. ഇതേ നോക്കിയേ, ദിസ് ഈസ് ഫോർച്യൂണർ കുട്ടിയാനൈ. അപ്പോൾ ഗൈസ് വേണ്ട, ഇത് ക്ലബ്ബാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം കടകളിലൊക്കെ സാധനങ്ങൾക്ക് അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട്. അങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. കാരണം ഇത് ബാഗ ബീച്ചിൻ്റെ ചെറിയൊരു ഭാഗം കൂടി ആയതിനാലാണ് ഇവിടെ സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം വിലയുണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഒടുക്കത്തെ തിരക്കാണ്. ഫോണും പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, എവിടെയെങ്കിലും ചെന്ന് തറയിൽ കിടക്കും. അതുകൊണ്ട് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്, ഫുഡ് കഴിക്കണ കടയിൽ എത്തിയിട്ട്. ഗൈസ് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ അത്യാവശ്യം നല്ല റെസ്റ്റോറൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അറിയത്തില്ല. അമ്മയ്ക്കും അച്ഛനും ഫുഡ് കിട്ടി, നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. ഓർഡർ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ എങ്ങനെയുണ്ടെന്നൊക്കെ പറയാം കേട്ടോ. എന്തായാലും കഴിച്ചിട്ട് കാണാം. ഫുഡ് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഐറ്റമായിട്ട്. എന്തായാലും വരട്ടെ, നമുക്ക് കഴിച്ചിട്ട് പറയാം. ഇതാണ് ആലു പൊറോട്ട. കഴിച്ചിട്ട് നമുക്ക് നോക്കാം ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നോക്കാം ഗൈസ്. ഇത് മയോണൈസ് അല്ല, തൈര് എന്തോ ആണ് കേട്ടോ. കുഴപ്പമില്ല, കൊള്ളാം ഗൈസ്. അത് മസാല ദോശ, ഇത് ഊത്തപ്പം അല്ലേ, ഇത് ഊത്തപ്പമാണ്. അപ്പം ഫുഡ് എന്തായാലും കൊള്ളാം. സോ കഴിച്ചിട്ട് കാണാം ഗൈസ്. ഓക്കെ, ഇത് ഓണിയൻ പൊറാട്ട, ഇത് അച്ചാറാണ്, ഇത് തൈര്, ഇതും ഞാൻ പറഞ്ഞല്ലോ ഇത് അച്ചാറാട്ടാ. ഇത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഇവിടെ നിന്ന് കഴിച്ച നമ്മുടെ ടീമിലുള്ളവരൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷേ ഊത്തപ്പം ഒരു രക്ഷയില്ല, അത് കിടിലാണ്. മസാല ദോശയും കൊള്ളാം, ബാക്കിയൊന്നും അത്ര പോരാ. അപ്പോൾ എന്തായാലും കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കഴിച്ച് കഴിഞ്ഞിട്ട് കാണാൻ കഴിയും. ഓക്കെ ഫൈനലി ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടിൽ വൈനും പിന്നെ ഒരു സ്പ്രൈറ്റും 3 ഐസ്ക്രീം, രാത്രി പറ്റിയത് ഐസ്ക്രീം. അപ്പോൾ ഇത്രയും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. വേറെ അങ്ങനെ വലുതായിട്ടൊന്നും വാങ്ങിച്ചില്ല. കാരണം എല്ലാത്തിനും നല്ല കത്തിയാണ് ഇവിടെ, നല്ല കത്തിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അധികം വാങ്ങിച്ചില്ല. പിന്നെ നാളെ പോകുന്ന സ്ഥലത്ത് അത്യാവശ്യം റേറ്റ് നല്ല കുറവാണെന്നാണ് പറഞ്ഞത്. സോ അവിടെ നിന്ന് നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ കാണും. പിന്നെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞല്ലോ, കുഴപ്പമില്ല, മീഡിയം ലെവൽ ഫുഡ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗോവയിലെ നൈറ്റ് വൈബ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഫേസ് ആണല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. ബൈ.